നോക്ക്, ഇത് ശരിക്കും ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള പന്തലിടാൻ വേണ്ടിയിട്ടാണ്. പിന്നാലെ പടയണി എന്നുള്ളൊരു സംഭവം കൂടി ഉണ്ട്. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം എന്ന് പറയുമ്പം ഇതിനി എടുക്കുമ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ പണി തീരുമ്പോൾ കുറച്ച് സമയമാവും. അതായത് ഈ ക്ഷേത്രത്തിന് ഇത്ര ഹൈറ്റില്ലായിരുന്നു, നേരത്തെ കുറച്ച് ഇവിടെ താഴെയായിരുന്നു. അപ്പോൾ അദ്ദേഹം പരിശ്രമിച്ചപ്പോൾ അത് ഹൈറ്റ് പോരാ എന്നുള്ള ഇത് വന്നപ്പോൾ അത് മാറ്റിയതാണ്. അതായത് ക്ഷേത്രം നിർമ്മിച്ചതാണ്. അപ്പോൾ ഇതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മുളയും കമുകും ഒക്കെ ശരിക്കും പന്തലിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഈ രണ്ട് വശവും നോക്ക്, കമുകിൻ്റെ എല്ലാം തൂണ് നല്ല ഹൈറ്റിലുള്ളത് നാട്ടിക്കഴിഞ്ഞ് ഈ പണിയെടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ ശരിക്കും തമിഴ്നാട്ടുകാരാണ് കേട്ടോ. ശരിക്കും കേരളത്തിലുള്ള മനുഷ്യരെല്ലാം ആളുകളും എല്ലാം ഇതുപോലെ ജോലി ചെയ്യുമ്പോൾ ഈ നട്ടപ്പുറ വെയിലത്ത് ജോലി ചെയ്യുന്നു ഇല്ല. ഇത് നമ്മുടെ കേരളത്തിലുള്ളവർക്ക് എന്തോ പ്രതിരോധ ശക്തി കുറവാണോ എന്തോ, അല്ലെങ്കിൽ മുള തലയിൽ മുട്ടോ. ഇപ്പം നല്ല ഹൈറ്റാണ് കേട്ടോ. നോക്ക്, അവർ കൊണ്ടുപോകണേക്ക് എത്ര നീളമാണ് നോക്ക്. നല്ല വെയിലാണ് കേട്ടോ, ഭയങ്കര വെയിലാണ്. ഇവിടെ ഒരു മരം പോലും ഇല്ല. മരങ്ങൾ ഒക്കെ ഇനി ആയി വരണം. സൈഡിൽ മരമുണ്ട്, പക്ഷേ ക്ഷേത്ര മുറ്റത്ത് മരങ്ങൾ കുറവാണ്. അവിടെ കുറച്ച് പൂച്ചെടികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിലാണ്. അപ്പം ഈ പണിക്കാരാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ കിടന്നൊരു ശരിക്കും നല്ലോണം കഷ്ടപ്പെടുകയാണ് കേട്ടോ. നല്ല വെയിലാണ്. നമ്മുടെ കേരളത്തിലുള്ളവർക്ക് ഇത് പറ്റില്ല. ഇത് തമിഴ്നാട്ടുകാർ തന്നെയാണ്. അപ്പം എത്രയും പെട്ടെന്ന് ക്ഷേത്ര നിർമ്മാണം പൂർത്തീകരിക്കാൻ ആവട്ടെ അല്ലേ. സന്തോഷം, നല്ലൊരു അന്തരീക്ഷം ഉണ്ടാവട്ടെ. ക്ഷേത്രാങ്കണത്തിലേക്ക് വരുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് വൈബാണ് ഏത് ക്ഷേത്രത്തിൽ ചെന്നാലും ഉണ്ടാകുന്നത്. അപ്പം ഇവിടെ 10:30 ശേഷമാണ് ഇവിടുത്തെ പൂജ ശരിക്കും കേട്ടോ. അപ്പം ഞാനിന്ന് പൂജ കാണാൻ നിൽക്കുന്നില്ല, എന്നും പൂജ കണ്ട് തൊഴുതിട്ടാണ് പോണത്. അപ്പം ഇന്നിപ്പോൾ എനിക്ക് നേരത്തെ പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ട് തൊഴുത് ഞാൻ റെസ്റ്റ് എടുത്ത സമയത്ത് അല്പം വീഡിയോ എടുത്തത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ഓക്കേ, ടാറ്റാ, ബൈ ബൈ. നോക്കാം, ഒരു വീണ്ടും എടുക്കാൻ പോവാണ്. നല്ല നീളമാണ്, നോക്കിക്കോണേ. അടുത്ത മുള എടുക്കുകയാണ്. MC റോഡാണ് കാണുന്നത്. ക്ഷേത്രത്തിൻ്റെ മെയിൻ ഗോപുരമാണത് കേട്ടോ. നോക്ക്, കൊണ്ടുപോവാണ്, തോളിൽ വെച്ച് കൊണ്ടുപോകണം. എത്ര നീളമാണ് നോക്കിക്കേ. ഓക്കെ, നല്ല രസമുള്ളൊരു കാഴ്ച. അപ്പോൾ വീണ്ടും കാണാം കേട്ടോ.